തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും വലിയ പൊതു വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വധഭീഷണി മുഴക്കിയൊക്കെ UDF-ൻ്റെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നു, ഒപ്പം തന്നെ പത്രിക തള്ളുന്നു. പക്ഷേ ഇത് കോൺഗ്രസ് അടക്കമുള്ളവരുടെ ഒരു സംഘടന ദൗർബല്യം കൂടിയല്ലേ? കാരണം കണ്ണൂരിലൊക്കെ ഒരുപാട് CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചിരിക്കുന്നു. ഒന്ന്, ഇത് ഇപ്പോഴുള്ളതല്ല. എല്ലാ കാലഘട്ടത്തിലും CPM-കാർ മലപ്പട്ടം, ആന്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ ഇത്തരം ഭീഷണിയും അതോടൊപ്പം തന്നെ അതിഭീകരമായ സമ്മർദ്ദവും ചെലുത്താറുണ്ട്. ഞാൻ KPC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് മലപ്പട്ടത്ത് എല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ചു പോയത്. അവരെ കൊല്ലുമെന്ന് പറയാം, വീടുകളിൽ പോയി കൊല്ലും. നിങ്ങൾ നോമിനേഷൻ പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ കുട്ടികളെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആളുകളെ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ. അല്ല, അത് എല്ലായിടത്തും ഇല്ല. അതിനൊക്കെ അതിജീവിക്കാനുള്ള ശക്തി എല്ലായിടത്തും നമുക്കുണ്ട്. ഈ മലപ്പട്ടം, ആന്തൂർ എന്നീ സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നം. ആന്തൂർ ആരുടെ സ്ഥലമാണ്? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു അവിടെ മുനിസിപ്പൽ ചെയർമാൻ. അന്നാണല്ലോ മറ്റേ സംഭവമൊക്കെ ഉണ്ടായത്, സുഗതൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അപ്പോൾ അവിടെ മനുഷ്യരല്ലേ, ജീവന് കൊതി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അവർ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും നോമിനേഷൻ കൊടുത്ത് കാണത്തില്ല, അല്ലെ പിൻവലിച്ച് കാണും. അത് ചെയ്യുന്ന പാർട്ടി ചെയ്യുന്നത് ശരിയാണോ? CPM-നെ പോലെ ഒരു പാർട്ടി ചെയ്യുന്നത് ശരിയാണോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.